ഒരാട്ടങ്ങാണ് എങ്ങോട്ടാ അതെവിടെ പോകുന്നു? അവരങ്ങോട്ടാണോ പോയി? വാടാ കുന്തം കുറച്ചൊക്കെ എടുത്തിട്ട് വാടാ ദേവി നീ കുന്തം എന്റെ കഥ അവിടെ മംഗളം ഭവൻ. ഓക്കെ, ഞാൻ കൊടുക്കാം. എവിടെ പോകും? ഈ പെരുവത്ത കടവ് മൊത്തം ഇരുട്ടിലാക്കാനല്ല. കറണ്ട് അടിക്കരുതിട്ടാ. വലിച്ചോ എന്റെ കറണ്ട് ദൈവങ്ങളെ, എന്ത് രസമല്ലടാ ഇതിങ്ങനെ പോയി വരുന്ന കാണാൻ. സംഭവം കൊള്ളാം. പിന്നെ എടാ നമ്മള് പക്ഷെ ഇങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ചെയ്തതാ. ദിങ്ങനെ പോയി ദിങ്ങനെ തിരിച്ചു വരും. കണ്ടോ? ഇതാണോടാ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞത്? ചിറ്റട മോനെ, അണ്ണാ ഇതാരോ ഓഫ് ചെയ്താണ്. ഡയലോഗില്ലേ എന്താ ആക്രമണം കീജി? അല്ല ഇനി പടിയല്ലേ ഉണ്ടായിരടാ. ബോംബെയിലൊക്കെ അങ്ങനെയാണ്. അവന്റെ മണ്ടടിച്ച് പൊളിക്കടാ. ഇത് കൊറേ പേരുണ്ടല്ലോ, ഒരു കുന്തത്തിൽ തീരൂല. അണ്ണം വീണു. തല്ലിക്കോ പടമോട്ടപ്പലയാ. പൊട്ടിക്കടക്കാരി റബ്ബർ ബന്ധാ കാലി പിടിച്ചവന്റെ ചെവി ഞാൻ നിനക്ക് സയൻസ് ഇഷ്ടല്ലല്ലോടാ. സയൻസ് പഠിപ്പിക്കണ പട്ടി. കിളി കയറി കിളിയെ പിടിക്കാൻ പെണ്ണ് കയറി. എന്തോടെ ആ പാലാട്ടിയറല്ലേ ചെക്കന്മാരാ? ഭഗവാൻ ഇറങ്ങിയടാ, അടിച്ചോടിക്കടാ. അരേ തൂ ചക്കർ വിട്ടോടാ. ഓടാൻ ഇത് തന്നെയാണാ എന്നാ? അരേ തൂ ചക്കർ ഓടിക്കോളാ. ഭഗവാനെ വിളിക്കാടാ. ഇത് ഒറിജിനൽ ഭഗവാനെയാ. കിളി കയറി
പെണ്ണുകയാണ് കുപ്പിവള. ചത്താലും ഞാൻ വിടില്ലെന്നാ. നിനക്ക് വട്ടാണ മനസ്സിലായ? ആ ബലൂൺ പൊട്ടിച്ചേ ഇനി പൊട്ടിക്കിട്ടില്ല. ഇനി പൊട്ടിക്കരുത്. വിനയ ഓടി വാട. തല കാരണം ഒന്നും കാണാനും പറ്റില്ല. സീതരാമനൊക്കെ ഉണ്ടെങ്കിൽ ജംഗ്ഷനെ കാണാൻ. അല്ല നായരെ, ഈ കേൾക്കുന്നൊക്കെ ശരി തന്നെയാണോ? നമ്മളെ പിള്ളേർ തന്നെയാണോ? പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ പൊരിഞ്ഞടിയായിരുന്നില്ലേ? ആഹാ, നായരട്ടാ 2 ചായ. ശരി എന്നാ. സ്ട്രോങ് പുച്ഛം. നീയൊക്കെ ഇന്നലെ ഉത്സവം കലക്കിന്ന് പത്രത്തിലുണ്ടടാ. ഓ അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വിളച്ചിരിത്തിരി കൂടുന്നുണ്ട് കേട്ടാ. മിസ്റ്റർ ബജറങ്കൽ, ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പോഴാണ് കത്തുന്നത്. നമുക്കറിയാൻ പാടാത്തോണ്ട് ചോദിച്ചതാ. ഇന്നലെ മിന്നീതാ, പിന്നെ ഇതുവരെ കത്തിയിട്ടില്ല. ഫ്യൂസ് ഊരിട്ടെന്ന് ചണിക്കുന്ന നീയൊക്കെ ഊരിയതേ ബൾബിന്റെ ഫ്യൂസ് അല്ല, ഞങ്ങളുടെ അണ്ണന്റെ ഫ്യൂസാ. പോരെണ്ണ എടാ വിനയ, നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ നോക്കാം. പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത ഈ പാവത്തിനെ തല്ലിയത്? കാരണമില്ലാതെ ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല. ഇവന്റെ ഫിലിമെന്റിന്റെ നില ഒരല്പം കൂടുതലായിരുന്നു, അതാ തല്ലിയത്. എടാ ഫിലമെന്റെ, ഒരു കാരണവുമില്ലാതെ ഇവന്മാരാരെയും തലത്തില്ലെന്ന്. നീ അടുത്ത ബസ് പിടിച്ച് സ്ഥലം വിട്ടോ. അതാ നല്ലത്. ഞാനൊന്നും പോവില്ല. പൊട്ടി ബൾബിന്റെ കാശിൽ അത് മോലാളി കട കയറ്റില്ല. മാത്രല്ല അത് സാധാരണ ബൾബൊന്നല്ല, ഇല്യൂമിനേഷൻ ബൾബാണ്. ഇപ്പൊ ശരിക്ക് ഫ്യൂസായ എണ്ണ. എന്റെ പൊന്നു നായരട്ടോ, നമ്മുടെ 60 വാട്സിന്റെ ബൾബ് ഒരു 10 തവണ മിന്നിയും കിടയും ചെയ്ത് അടിച്ചു പോകത്തില്ലേ? അടിച്ചു പോകത്തില്ലേ? ഇതുവരെയുള്ള നായരട്ടം പറ. പിന്നെ പോവും പോവും. അതാണ് നീയൊക്കെ തന്നെയാണോ ചെയ്തത്? അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓ എങ്കിൽ ആ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ. ഞങ്ങളൊക്കെ വെറും മറ്റേ ഉണ്ണാക്കന്മാരെന്ന് വിചാരിക്കില്ല കേട്ടോ. ഇവിടെ അരേതു ചക്രം നീ കയറാതെ പിന്നെ ആരാണ് പറയുന്നത്? ചക്കറോ? കണ്ട കേട്ടാ, നായരേട്ട പേര് അരേത്തു ചക്രം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് നായരേട്ടനാണോ അതൊക്കെ ചെയ്തത്? ഏയ് ഞാനൊന്നുമല്ല. വിനയ ഇനി ഇവനാ ഒന്നിങ്ങി വന്നേ. ഒറ്റയ്ക്ക് നടികളുണ്ടോ? എന്നിട്ട് കാണാട്ടോ. കണ്ട എന്തോ ഗൂഢാലോചന. ഒരു പുറകിലിങ്ങോട്ടാ പോണത്. എന്താ കാര്യം? നിന്റെ കാര്യം പോക്കാ വിനയ. അനി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ദൈവന്മാരെല്ലാം ഉണ്ടായിരുന്നു എന്റെ ഫ്യൂസ് ഊരാൻ. മിക്കവാറും നിന്റെ ഫീസ് ഭഗവാനൂർ. നീയും ശ്രീദേവിയായിട്ടില്ല അതിന്റെ കാര്യേ ഭഗവാൻ അറിഞ്ഞു. നീ ഇതിപ്പോ എവിടെന്നാ? ഞാൻ ഭഗവാന്റെ വീടിന്റെ അടുത്ത് കൂടി വന്നപ്പോ കേട്ടതാ. ഇവനെ കൊല്ലൂന്ന് പറഞ്ഞ് കലിതുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന് മാത്രം കൊല്ലുള്ളൂ അതോ കൂടുതലുള്ളവരും കൊല്ലൂ? മിക്കവാറും നമ്മളെല്ലാരും കൊല്ലും. തീരുമാനായി. വിനയ, 8:30 ജനതയ്ക്ക് ഞാൻ അങ്ങ് പോവുക. കത്തെഴുതാം, മറുപടി നീ അയക്കണം. പേടിക്കണ്ട.